ഹരി ഓം. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം. അടുത്തതായി നമ്മൾ 12ാം ശ്ലോകത്തിലെ തന്നെ സമാത്മാ, സംമിത, സമ ഈ 3 നാമങ്ങളാണ് കാണാൻ പോകുന്നത്. ശ്ലോകം ഇങ്ങനെയാണ്: വസുർവസുമനാ സത്യഃ സമാത്മാ സംമിതഃ സമഃ അമോഘഃ പുണ്ഡരീകാക്ഷോ വൃഷകർമാ വൃഷാകൃതിഃ. ഇതിലെ 107ാമത്തെ നാമമാണ് സമാത്മാ എന്നത്. സമാത്മാ എന്നാൽ എല്ലാ പദാർത്ഥങ്ങളിലും ഒരേപോലെ പ്രകാശിക്കുന്നവൻ ആണ് സമാത്മാ. അല്ലെങ്കിൽ ഒരിക്കലും മാറ്റമുണ്ടാകാതെ എല്ലാവരെയും ഒരുപോലെ കാണുന്നവൻ സമാത്മാ. ശങ്കരാചാര്യർ പറയുന്നത് സമ ആത്മാ മനോ യസ്യ രാഗദ്വേഷാദിഭിഃ അദൂഷിതഃ സഹ സമാത്മാ സർവഭൂതേഷു സമ ഏക ആത്മാ വാ സമ ആത്മേതി വിദ്യാദിതി ശ്രുതേ. സമമായിരിക്കുന്ന ആത്മാവ്, അതായത് രാഗദ്വേഷാദികളോട് കൂടാത്ത, അതായത് രാഗദ്വേഷാദികൾ ഒഴിഞ്ഞ മനസ്സുള്ളവൻ സമാത്മാവ്. അഥവാ ആത്മാവ് സമമാണെന്നറിയണം എന്ന ശ്രുതിപ്രകാരം എല്ലാ പ്രാണിജാലങ്ങളിലും സമമായിരിക്കുന്നു, അതായത് ഏകമായിരിക്കുന്ന ആത്മാവാകയാൽ സമാത്മാവ്. ഇത് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളിലും അന്തർലീനമായ ആത്മാവ് ഒന്ന് തന്നെയാണ്. ആത്മാവിന് സ്ത്രീ പുരുഷ ഭേദമോ പക്ഷിമൃഗാദി ഭേദമോ ഇല്ല. എല്ലാം ഒരുപോലെ തന്നെയാണ്. എല്ലാവരിലും ക്ഷേത്രജ്ഞ രൂപത്തിൽ ചൈതന്യം നൽകുന്നത് ഭഗവാൻ തന്നെയാണ്. ഭഗവത്ഗീതയിലെ ക്ഷേത്രജ്ഞ വിഭാഗയോഗത്തിൽ ഭഗവാൻ പറയുന്നത് ക്ഷേത്രജ്ഞം ചാപി മാം വിദ്ധി സർവക്ഷേത്രേഷു ഭാരത. അർജുന, സർവക്ഷേത്രങ്ങളിലും, അതായത് സർവശരീരങ്ങളിലും സർവജീവനിലും ഞാനാണ് ക്ഷേത്രജ്ഞൻ, ജീവാത്മാവ് ഞാനാണ് എന്ന് മനസ്സിലാക്കുക എന്നാണ് ഭഗവാൻ പറഞ്ഞത്. ആത്മാവ് അല്ലെങ്കിൽ ഭഗവാൻ നിർവികാരനാണ്. എല്ലാ മാറ്റങ്ങൾക്കും അതീതനാണ്. യാതൊരു മാറ്റവും ഇല്ലാതിരിക്കുന്നതാണ് ഭഗവാൻ. ഭഗവാന്റെ പ്രകടിത രൂപമായ, അതായത് മാനിഫെസ്റ്റ് ഫോമിൽ നമ്മൾ അനുഭവിക്കുന്ന മായയിൽ അല്ലെങ്കിൽ പ്രകൃതിയിലാണ് മാറ്റങ്ങൾ നടക്കുന്നത്. ഗീതയില് 2ാമത്തെ അധ്യായത്തിൽ ഭഗവാൻ പറയുന്നു അവ്യക്തോയമചിന്തയോയം അവികാരോയമുച്യതേ. ഞാൻ അദൃശ്യനും അചിന്തനീയനും മാറ്റമില്ലാത്തവനുമാണ് എന്ന് ഭഗവാൻ ഗീതയിൽ പറയുന്നുണ്ട്. ഇനി ആത്മാ എന്ന വാക്കിന് മനസ്സ് എന്ന അർത്ഥം എടുക്കുകയാണെങ്കിൽ ഭഗവാന്റെ മനസ്സ് രാഗദ്വേഷങ്ങൾ കടിമപ്പെടാതെ എല്ലാവരോടും സമഭാവന പുലർത്തുന്നതാണ്. ഭഗവാന് എല്ലാവരും ഒരുപോലെയാണ്. ഗീതയിൽ പറഞ്ഞിരിക്കുന്നത് നോക്കൂ: സമോഹം സർവഭൂതേഷു നമേ ദ്വേഷോസ്തി നഃ പ്രിയഃ. ഞാൻ എല്ലാവരിലും ഒരുപോലെ ഇരിക്കുന്നു. എനിക്ക് ആരോടും പ്രത്യേക സ്നേഹമോ വിരോധമോ ഇല്ല. എല്ലാവരോടും സമത്വം പുലർത്തുന്നതിനാൽ ഭഗവാനെ സമാത്മാ എന്ന് പറയുന്നു. അടുത്തത് സംമിതഃ. സംമിതഃ അസംമിതഃ, ഇത് 2 വിധത്തിലും എടുക്കാം. സംസ്കൃത വ്യാകരണം അനുസരിച്ച് ഇതിന് സംമിത എന്നും അസംമിത എന്നും എടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരാലും ആരാധിക്കപ്പെടുന്നവൻ, അളക്കാൻ കഴിയാത്തവൻ എന്നിങ്ങനെയാണ് 2 വാക്കുകളുടെ അർത്ഥം. ശങ്കരാചാര്യർ പറയുന്നത് സർവൈരപി അർത്ഥജാതൈഹി പരിച്ഛിന്നഃ സംമിതഃ സർവൈർ അപരിച്ഛിന്ന അമിത ഇതി അസംമിതഃ. 2 വാക്കിന്റെ 2 വിധത്തിലെടുത്താലുള്ള അർത്ഥങ്ങളാണ് ഇത് രണ്ടും. സകല പദാർത്ഥങ്ങളെ കൊണ്ടും പരിച്ഛേദിക്കപ്പെടുന്നതിനാൽ, അതായത് ലിമിറ്റപ്പെടുത്തുന്നതിനാൽ സംമിതൻ, അഥവാ സകല പദാർത്ഥങ്ങളാലും അപരിച്ഛിന്നനാകിയാൽ അസംമിതൻ എന്നും ആകാം. അസംമിത എന്നാൽ അളവറ്റ അല്ലെങ്കിൽ അളക്കാൻ കഴിയാത്തത് എന്നാണ്. സംമിത എന്നാൽ എല്ലാവർക്കും സമ്മതനായവൻ, എല്ലാവരാലും ഒരുപോലെ ആരാധിക്കപ്പെടുന്നവൻ, എല്ലാവരിലും ഒരുപോലെ സ്ഥിതി ചെയ്യുന്നവൻ എന്നൊക്കെയാണ് സംമിത എന്ന വാക്കിന്റെ അർത്ഥം. ഇനി മിതം അല്ലെങ്കിൽ മിത എന്ന് പറഞ്ഞാൽ അളക്കാൻ കഴിയുന്നത്, അളക്കപ്പെടുന്നത്. മിതമായിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ പരിമിതമായിട്ടുള്ളത്. ഒരു പരിമിതമായതുകൊണ്ടാണല്ലോ നമുക്ക് അതിനെ അളക്കാൻ കഴിയുന്നത്. എന്നാൽ
യാതൊരു രൂപവും നിറവും ഇല്ലാത്തവനും, അതായത് അരൂപനും, യാതൊരു പ്രത്യേക വിശേഷണങ്ങളും പ്രോപ്പർട്ടീസും ഇല്ലാത്തവനും നിർഗുണം എന്ന് പറയും. എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നവനും സർവവ്യാപിയായ ഭഗവാനെ എങ്ങനെ അളക്കാനാണ്? എന്തെങ്കിലും ഒരു രൂപം അല്ലെങ്കിൽ ആകൃതിയാണ് ഒന്നിനെ മറ്റൊന്നിൽ നിന്ന് വേർതിരിക്കുന്നതും പരിമിതപ്പെടുത്തുന്നതും. ഒരു പുസ്തകമായാൽ പുസ്തകത്തിന് ഒരു പേനയിൽ നിന്ന് വ്യത്യാസം ഉണ്ടാവും, ഒരു മേശ കസേരയിൽ നിന്ന് വ്യത്യാസമാണ്. അങ്ങനെ ഒരു രൂപമുള്ളതിന് മാത്രമേ മറ്റുള്ളതുമായിട്ട് വ്യത്യാസപ്പെട്ടിരിക്കാൻ പറ്റുള്ളൂ. ആകാശത്തിൽ എവിടെയാണ് പരിമിതി ഉള്ളത്? ഒരു രൂപം ഇല്ലാത്തതായതുകൊണ്ട് അതിന് പരിമിതിയില്ല. അങ്ങനെ അരൂപനായ ഭഗവാനും യാതൊരു പരിമിതിയും ഇല്ലാത്തവനായതുകൊണ്ട് അസംമിതനാണ്. അതുപോലെ തന്നെ സകലയിടത്തും ഒരേ സമയം വ്യാപിച്ചിരിക്കുന്നതിനാൽ ഭഗവാന് പ്രത്യേക ഒരു സ്ഥാനവുമില്ല, ഒരു ലൊക്കേഷൻ ഇല്ല. ദേശകാല വസ്തുക്കളെല്ലാം ഭഗവാൻ തന്നെ ആയതിനാൽ ഭഗവാനെ ഒന്നിൽ നിന്ന് വേർതിരിച്ച് കാണാനും സാധിക്കില്ല. കാലദേശാവധിപ്യാം എന്ന് പറയുമല്ലോ, നാരായണീയത്തിൽ ഭഗവാനെ പറയുന്നുണ്ട്. അതിന് ഭഗവാൻ അസംമിതനാണ്. ഇനി പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും ഭഗവാൻ തന്നെ ആയതിനാൽ എല്ലാത്തിലും ഒരുപോലെ നിറഞ്ഞു നിൽക്കുന്നതും ഭഗവാൻ തന്നെയാണ്. ഭഗവത് സൃഷ്ടിയായ പ്രപഞ്ചത്തിന്റെ അസ്തിത്വം കൊണ്ട് തന്നെ സൃഷ്ടാവായ ഭഗവാന്റെ അസ്തിത്വവും വ്യക്തമാണല്ലോ. അതായത് ഭഗവാൻ സൃഷ്ടിച്ച ഈ പ്രപഞ്ചം കാണപ്പെടുന്നുണ്ടെങ്കിൽ അത് സൃഷ്ടിച്ച ഭഗവാൻ ഉണ്ട് എന്നുള്ളതിന്റെ ഒരു പ്രൂഫാണല്ലോ അതും. ഒരു സൃഷ്ടാവില്ലാതെ സൃഷ്ടി ഉണ്ടാവില്ലല്ലോ. നമ്മൾ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ആ ഫോട്ടോ എടുത്തു എന്നുള്ളതിന്, എടുത്ത ഒരു ക്യാമറ ഉണ്ടെന്നുള്ളതിന് വേറെ തെളിവിന്റെ ആവശ്യമില്ല. ആ ക്യാമറ ഉള്ളതുകൊണ്ടാണല്ലോ നമ്മൾ ഫോട്ടോ എടുത്തത്. അപ്പോൾ ആ ക്യാമറ ഉപയോഗിച്ചെടുക്കുന്ന ഫോട്ടോകൾ അതെടുത്ത ക്യാമറയുടെ അസ്തിത്വം കൂടി തെളിയിക്കുന്നത് പോലെ ഈ പ്രപഞ്ചത്തിന്റെ അസ്തിത്വം തന്നെ പ്രപഞ്ച സൃഷ്ടാവായ ഭഗവാന്റെ അസ്തിത്വവും വെളിപ്പെടുത്തുന്നു. അങ്ങനെ സർവസമ്മതനായി വിളങ്ങുന്ന ഭഗവാൻ സംമിതനാണ്. പൂജ്യ ഗുരുദേവ് ചിന്മയാനന്ദ സ്വാമികളുടെ വാക്കുകളിൽ പറയുകയാണെങ്കിൽ, സർവമുനിമാരും വേദങ്ങളും ഉപനിഷത്തുകളും ദേവന്മാരും ഒരുപോലെ ആരാധിക്കുന്ന ഭഗവാനെ സംമിതൻ എന്ന് പറയുന്നു. അടുത്തത് സമഹ, സമം, 109ാമത്തെ നാമമാണ്. എപ്പോഴും സമമായി അല്ലെങ്കിൽ മാറ്റമില്ലാതെ ഇരിക്കുന്നതാണ് സമഹ. അല്ലെങ്കിൽ മറ്റൊരർത്ഥം പറഞ്ഞാൽ സദാ ലക്ഷ്മി ദേവിയോട് കൂടി ഇരിക്കുന്നവൻ സമഹ. സമ സർവകാലേഷു സർവവികാരരഹിതത്വാത് സമഹ മയാ ലക്ഷ്മ്യാ സഹവർത്തത ഇതിവാ സമഹ. ശങ്കരാചാര്യൻ ഇങ്ങനെയാണ് പറയുന്നത്. എല്ലാ കാലങ്ങളിലും യാതൊരു വികാരവും അല്ലെങ്കിൽ മാറ്റങ്ങളും ഇല്ലാതെ ഇരിക്കുന്നവൻ സമൻ, അഥവാ മായോടുകൂടി ലക്ഷ്മിയോടുകൂടി ഇരിക്കുന്നതിനാൽ സമൻ ആകുന്നു. സർവവ്യാപിയും കാലാതീതനും ഗുണാതീതനുമായ ഭഗവാൻ സകല മാറ്റങ്ങൾക്കും അതീതനാണ്. പ്രപഞ്ചത്തിലെ സകല മാറ്റങ്ങളും പ്രകൃതിയിൽ അല്ലെങ്കിൽ മായയിലാണ് നടക്കുന്നത്. പ്രകൃതിയിലെ ഈ മാറ്റങ്ങളൊന്നും ഭഗവാനെ ബാധിക്കുന്നില്ല. ഭഗവാൻ വിവർത്ത ഉപാദാന കാരണവും, അതായത് മാറ്റമില്ലാത്ത ഉപാദാന കാരണവും, പ്രകൃതി പരിണാമി ഉപാദാന കാരണവുമാണ്. പരിണാമി എന്ന് പറഞ്ഞാൽ മാറ്റങ്ങളുള്ള, ഉപാദാന കാരണം എന്ന് പറഞ്ഞാൽ മെറ്റീരിയൽ കോസ്, ഉണ്ടാക്കാനുള്ള വസ്തു. ഭഗവാൻ മാറ്റമില്ലാതെ കാരണമായിരിക്കുന്നു. പ്രകൃതിയാണെങ്കിലോ മാറിക്കൊണ്ടിരിക്കുന്നു. ഭഗവാൻ ഇങ്ങനെയാണ് ഗീതയിൽ പറയുന്നത്, ഇഹൈവ തർജിത സർഗഃ യേഷാം സാമ്യേ സ്ഥിതം മനഃ നിർദോഷം ഹി സമം ബ്രഹ്മ തസ്മാത് ബ്രഹ്മണി തേ സ്ഥിതാഃ. 5ാം അധ്യായത്തിൽ ഭഗവാൻ പറയുന്നതാണ്. മനസ്സിനെ സമാവസ്ഥയിൽ ഉറപ്പിച്ചു വെക്കാൻ കഴിയുന്നവർ ഈ ജന്മത്തിൽ തന്നെ സംസാരത്തെ അതിജീവിച്ചു കഴിഞ്ഞു. ബ്രഹ്മം ദോഷരഹിതവും സമവുമാണ്. അതുകൊണ്ട് ബ്രഹ്മജ്ഞാനികൾ ബ്രഹ്മത്തിൽ തന്നെ സ്ഥിതി ചെയ്യുന്നു. ഇനി മാ എന്നാൽ ലക്ഷ്മി ദേവി അല്ലെങ്കിൽ ഐശ്വര്യം എന്നാണ് അർത്ഥം. സ എന്നാൽ സഹിതം അല്ലെങ്കിൽ കൂടെ ഉള്ളത്. സദാ ലക്ഷ്മി ദേവിയോട് കൂടെ അല്ലെങ്കിൽ സദാ ഐശ്വര്യ സമർത്ഥനായി ഇരിക്കുന്നതിനാൽ ഭഗവാൻ സമൻ ആണ്. മഹാവിഷ്ണുവിന്റെ ഹൃദയത്തിലാണല്ലോ ലക്ഷ്മി ദേവിയുടെ വാസം. അതുകൊണ്ട് വിഷ്ണുവിനെ സമ എന്ന് പറയും.
അമ്പയോട് കൂടിയിരിക്കുന്ന ശിവനെ സാംബ സദാശിവൻ എന്ന് പറയുന്നില്ലേ? സ അംബ സദാശിവൻ, അമ്പയോട് കൂടിയിരിക്കുന്ന സദാശിവൻ, അതാണ് സാംബ സദാശിവൻ. അതുപോലെ ലക്ഷ്മീദേവി അല്ലെങ്കിൽ മായോട് കൂടിയിരിക്കുന്നതിനാൽ സമ ആണ് ഭഗവാൻ. ഇതോടുകൂടി ഈ 3 നാമങ്ങളും കഴിഞ്ഞു. ഇനി അടുത്ത പോർഷൻ അടുത്ത സെക്ഷനിൽ കാണാം. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.